ശ്രേഷ്ഠകരമായ ദൗത്യം പ്രിയ പിതാവിൽ പരമേൽപ്പിച്ചിരിക്കുകയാണ്. പ്രതീക്ഷയോടുകൂടിയാണ് ക്രൈസ്തവ സഭ, ഭാരതസഭ പ്രിയ പിതാവിനെ നോക്കിക്കാണുന്നത്. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു തിരുമേനി. യേശുവിൻ തിരുസഭയെ എന്ന ഗാനം നസ്രേത്ത് മാർത്തോമാ ചർച്ച് ക്വയർ ആലപിക്കുന്നു. പരിശുദ്ധ ആലയമേ, വിശുദ്ധരിൻ വംശമേ, വിശുദ്ധ പുരോഹിതനാം യേശുവിൻ തിരുസഭയേ, പുതിയൊരു നിയമത്തിൻ സേവകരും, യേശുവിന്റെ രക്തത്താൽ മോചിതരും, പുതിയൊരു നിയമത്തിൻ സേവകരും, വിശുദ്ധിയാൽ പാവാൽ നിറഞ്ഞിടുന്നോർ ആത്മിക ഗൃഹമാണ്, അവൻ സ്വന്തം ജനമാണ്, യേശുവിൻ തിരുസഭയേ. പ്രതികൂലമനവധി ഉയർന്നിടുമ്പോൾ അനുകൂലമായവൻ കൂടെയുണ്ട്. പ്രതികൂലമനവധി ഉയർന്നിടുമ്പോൾ അനുകൂലമായവൻ കൂടെയുണ്ട്. ആത്മീയ കൂടെയും കൂട്ടിനായി വന്നിടും ആത്മസഖിയെന്നും അവൻ തൻ ജീവൻ നൽകിയോ, യേശുവിൻ തിരുസഭയേ, പരിശുദ്ധ ആലയമേ, വിശുദ്ധരിൻ വംശമേ, വിശുദ്ധ പുരോഹിതനാം യേശുവിൻ തിരുസഭയേ. രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ NP അജയ്കുമാർ സാറിനെ ക്ഷണിക്കുന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ നേതൃത്വത്തിൽ ശ്രേഷ്ഠ കാതോലിക്ക അബൂൻ മോർ ബസേലിയസ് ജോസഫ് ബാവയ്ക്ക് നൽകുന്ന ഈ സ്വീകരണ ചടങ്ങിൻ്റെ വേദിയിലുള്ള അഭിവന്ദ്യ തിരുമേനിമാർ, മറ്റ് പുരോഹിത ശ്രേഷ്ഠർ, വേദിയിലുള്ള വിശ്വാസ സമൂഹത്തിൽ പെടുന്ന എല്ലാവരും, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞവരെ, ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവർക്കും സ്നേഹം പകർന്നു നൽകിക്കൊണ്ട് ഒരു സഭയുടെ കരുണയും അതുപോലെ തന്നെ കരുതലും എല്ലാം നമ്മുടെ സമൂഹത്തിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പകർന്നു നൽകുന്ന ഒരു സഭയുടെ നേതൃസ്ഥാനത്തുള്ള ബാവയുടെ ഈ സ്വീകരണ ചടങ്ങിൽ
പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. പരിശുദ്ധ ബാവയോടുള്ള എല്ലാ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. മർത്തോമ സഭാ കൗൺസിൽ അംഗം ശ്രീ തോമസ് കെ പോൾ സാറിനെ ആശംസകൾ അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. മണ്ണൂർ സെയിൻറ് ജോർജ് യാക്കോബായ പള്ളി. അഭിവന്ദ്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ വിശ്വാസ സമൂഹമേ, ഏറ്റവും അനുഗ്രഹീതമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരുമ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഇടപെടുന്ന രീതികൾ നമ്മളുടെ ക്രൈസ്തവ വിശ്വാസത്തെ നമ്മളിൽ തന്നെ ഉറപ്പിക്കുന്നതിനും പൊതുസമൂഹത്തിന് ഒരു മാതൃകയായി തീരുന്നതിനും ഇടയാകണം. ഇതുപോലെയുള്ള കൂടിവരവുകളാണ് നമ്മളുടെ ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കുന്നത്. വ്യത്യസ്തകൾ, മനുഷ്യരെല്ലാവരും വ്യത്യസ്തരായിരിക്കുന്ന പോലെ തന്നെ നമ്മളുടെ വിശ്വാസങ്ങളും നമ്മളുടെ രീതികളും വ്യത്യസ്തമായിരിക്കാം. എങ്കിലും നമുക്ക് ഒരുമിച്ച് പോകുവാനുള്ള ഒത്തിരി മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കണ്ടെത്തി കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കണം. നമ്മുടെ ബാവ തിരുമനസ് ശ്രേഷ്ഠ കാതോലിക്കയായി അവരോധിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായി കടന്നു വരികയാണ്. KCCയുടെ സ്വീകരണം എന്നതിലുപരി ഞങ്ങളുടെ നാടിൻ്റെ സ്വീകരണം കൂടിയായി ഇതിനെ ബഹുമാനപ്പെട്ട ബാവ തിരുമനസ് കാണണം എന്നപേക്ഷിക്കുന്നു. ഏറെ പ്രതീക്ഷകളാണ് ബാവ തിരുമനസിൽ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും കാണുന്നത്. അത് പ്രാവർത്തികമാകുവാൻ ദൈവത്തിൻ്റെ കരുതലും കൃപയും ശക്തിയും ധൈര്യവും അഭിവന്ദ്യ ബാവയ്ക്ക് ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കീഴിലം നസ്രത്ത് മാർത്തോമ ഇടവകയുടെയും സഭാ കൗൺസിൽ അംഗമെന്ന നിലയിൽ ഒരിക്കൽ കൂടി മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ബാവ തിരുമനസിന് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഇപ്പോൾ നസ്രത്ത് മാർത്തോമ ചർച്ചിൻ്റെ വകയായുള്ള മെമെൻറ്റോ ബാവയ്ക്ക് നൽകുന്നതാണ്. ആശംസകൾ അറിയിക്കുന്നതിനായി മണ്ണൂർ സെയിൻറ് ജോർജ് യാക്കോബായ പള്ളി വികാരി ഫാദർ യോഹന്നാൻ കുന്നുംപുറം അച്ഛനെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠഭാവ, അധ്യക്ഷനായിരിക്കുന്ന അഭിവന്ദ്യ പിതാക്കന്മാർ, കൊറബെസ്കോപ്പന്മാർ, ബഹുമാനപ്പെട്ട വൈദികർ, വേദിയിൽ ഇരിക്കുന്ന നമ്മുടെ ആദരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജയ്കുമാർ, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ദൈവമക്കളെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇതിൻ്റെ ആരംഭം മുതൽ ഈ അവസാന നിമിഷം വരെയും ഇവിടെ അഭിമന്യ പിതാക്കന്മാർ കൊടുത്തതായ ഓരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു. ഒന്ന്, നമ്മളിന്ന് സ്വീകരണം കൊടുക്കുന്ന ശ്രേഷ്ഠ ഭാവിയെ സംബന്ധിച്ചുള്ളതായ വെളിപ്പെടുത്തലുകൾ ആകുന്നു. മറ്റൊന്ന്, എല്ലാ പിതാക്കന്മാരും ഇവിടെ സൂചിപ്പിച്ചത്
ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ആകുന്നു. കാലം ചെയ്ത പുണ്യശ്ലോകനായ ശ്രേഷ്ഠ ബാവ അബുന്മാർ ബസേലിയോസ് തോമസ് മോൻ ബാവ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ സഭകളെയും സഭയുടെ അഭിമന്യ പിതാക്കന്മാരെയും ചേർത്ത് നിർത്തി. ജാതി മതഭേദമന്യേ ഇസ്ലാമിക നേതാക്കന്മാരെയും ഹൈന്ദവ ആചാര്യന്മാരെയും എല്ലാം ചേർത്ത് നിർത്തി ശ്രേഷ്ഠബാവ വളരെ പ്രശ്നകുലുഷിതമായിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സഭയെ നേതൃത്വം കൊടുത്ത് അനുഗ്രഹിച്ചു. ശ്രേഷ്ഠ കാതോലിക്ക അബൂന്മാർ ബസേലിയോസ് ജോസഫ് പ്രഥമൻ ബാവയ്ക്കും ഈ കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുവാനും എല്ലാവരെയും ചേർത്ത് നിർത്തി നമ്മൾ ഏത് കാര്യത്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യങ്ങളൊക്കെയും സഫലമായി തീരുവാൻ ഇടയാകട്ടെ. ഒരു ഇടയനും ഒരു ആട്ടിൻ കൂട്ടവുമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അത് കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണെന്ന് ഓർത്തുകൊണ്ടും അതുപോലെ തന്നെ KCC ഭാരവാഹികൾ ഇന്നിവിടെ വരുവാനും ഈ സമ്മേളനത്തിൽ ഒരു ആശംസകൾ അറിയിക്കുവാനും പറഞ്ഞതിനെ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകമായിട്ട് ശ്രേഷ്ഠഭാവാക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫാദർ. വാർഡ് മെമ്പർ ശ്രീ ജയേഷ് സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, സ്വർഗീയ ഇടയൻ്റെ ഭാവഛായ വഹിക്കുന്ന വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും വഴികളിൽ അനവധി ജീവിതങ്ങളെ നയിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യമായ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവയെ ഇന്ന് നാം സ്നേഹത്തോടെയും നന്ദിയോടെയും സ്വീകരിക്കുന്നു. ബാവയുടെ കാൽപ്പാടുകൾ തൊടുന്നിടത്ത് സമാധാനത്തിൻ്റെ പൂക്കൾ വിരിയട്ടെ. വചനത്തിൽ തെളിഞ്ഞ ഈ ജീവിതം അനേകർക്ക് വഴികാട്ടിയാകട്ടെ. ഈ നേതൃത്വത്തിൽ തെളിഞ്ഞ കരുത്ത് നമ്മുടെ സഭകളെയും സമൂഹങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ. കേരള കൗൺസിൽ ഓഫ് ചേർച്ചസിൻ്റെ പേരിൽ തിരുമേനിക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ വരവേൽപ്പ് അറിയിക്കുന്നു. തിരുമേനിയുടെ സാന്നിധ്യം വിശ്വാസത്തിൻ്റെ വെളിച്ചവും സമാധാനത്തിൻ്റെ സുഗന്ധവുമാണ്. ദൈവം തിരുമേനിയുടെ ദൗത്യങ്ങൾക്ക് അനന്തമായ അനുഗ്രഹം ചൊരിയട്ടെ. ബാവയ്ക്ക് ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നതിനായി നസ്രേത്ത് മാർത്തോമ കേരള കൗൺസിൽ ഓഫ് ചേർച്ചസിൻ്റെ പ്രതിനിധിയെ ക്ഷണിക്കുന്നു. കീഴിലം നസ്രത്ത് അടുത്തതായി നസ്രത്ത് മാർത്തോമ ചർച്ച് കീഴിലം. സെയിൻറ്റ് ജോർജ് ജാക്കബൈറ്റ് ചർച്ച് കീഴിലം. YMCA കീഴിലം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ വിനോയ് കറിയ. ആലപ്പാട്ട് പെട്രോളിയം.
ബാവ തിരുമേനി ഉദ്ഘാടനം ചെയ്താരംഭിച്ച B&B ഫ്യൂവൽസ്. മറുപടി പ്രസംഗത്തിനായി ശ്രേഷ്ഠ കാതോലിക്ക ആബുന്മാർ ബസേലിയോസ് ജോസഫ് ബാവയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. അഭിവന്ദരായ സഹോദര മെത്രാപ്പോലീത്ത തിരുമേനിമാരെ, നമ്മുടെ KCC ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ NP അജയ്കുമാർ, മർത്തോമ സഭാ കൗൺസിൽ അംഗം ശ്രീ തോമസ് കെ പോൾ, വന്യ കോർപ്പിസ്കോപ്പ അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ഗായക സംഘം, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 2 മണിക്കൂറൊക്കെ ഒറ്റ ഇരിപ്പിൽ ഇരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സ്വീകരണങ്ങൾ ഒത്തിരിയായി, പലതും ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ നിരസിക്കാൻ വയ്യാത്ത സാഹചര്യമുണ്ട്. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഞാനും എടുത്തു. ഈ വാർത്ത കണ്ടും കേട്ടും ആളുകളും കുറേയൊക്കെ മടുത്തു തുടങ്ങിയെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. കേരള ക്രിസ്ത്യൻ കൗൺസിൽ ഒരുക്കിയ ഈ സ്വീകരണം എല്ലാ അർത്ഥത്തിലും വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിൻ്റെ പ്രതീകമാകേണ്ടതാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഒരു പൂർണ്ണത പല കാരണങ്ങൾ കൊണ്ടും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു നൊമ്പരമായി അവശേഷിക്കുന്നുണ്ട്. എന്നാലും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രസിഡന്റ് തിരുമേനി, ഓർത്തഡോക്സ് സഭയിലെ അഭിവന്ദനായ തിരുമേനി, എൻ്റെ ഈ സ്ഥാനലബ്ധിയിൽ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കൊരു മനോഹരമായ ഒരു ആശംസാ കത്ത് അയച്ചിരുന്നു. അത് പരസ്യമായി പറഞ്ഞതുകൊണ്ട് തിരുമേനിക്ക് എന്തെങ്കിലും അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം തൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആ കൃത്യം നിർവഹിച്ചു നല്ല നിലയിൽ. തിരുമേനിയുടെ അഭാവത്തിൽ കേരള ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിലുള്ള ഈ വലിയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് എനിക്ക് അയച്ച അഭിനന്ദനത്തിനും പിന്നാലെയുള്ള ഇപ്പോൾ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റായി ശുശ്രൂഷ ചെയ്യുന്ന അഭിവന്യ മാത്യൂസ് മോർ സെറാഫീം എപ്പിസ്കോപ്പ തിരുമേനിയുടെയും നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ പ്രകാശിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ KCC നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല 3 മണിക്ക് കിഴിലം ജംഗ്ഷനിൽ നിന്നും ഒരു സ്വീകരണമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ കാര്യത്തിൽ ഞാൻ എത്രയും ബഹുമാനപ്പെട്ട യോഹന്നാൻ കുന്നുപറമ്പൽ അച്ഛനോടും മണ്ണൂർ സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയോടും പ്രത്യുത കിഴിലം നസ്രത്ത് മാർത്തോമ പള്ളിയോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ആ കടപ്പാട്, സ്നേഹം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും ഇരുവശത്തു നിന്ന് അവരും ഈ സ്വീകരണത്തിൽ പങ്കാളിയായി എന്നുള്ളതുള്ളതായ സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഈ കഴിഞ്ഞ നാളിലാണ് ഞാൻ പത്രത്തിൽ വായിക്കാനിടയായി
സുപ്രീം കോടതിയിലെ റിട്ടയേർഡ് ജസ്റ്റിസ് ഒരു പ്രസംഗം നടത്തിയിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഡോക്ടർ അംബേദ്കർ എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അത് കടലാസിൽ മഷികൊണ്ട് എഴുതിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, അത് ജാലിയൻ വാലാബാഗ് തുടങ്ങിയുള്ള അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തത്തിൽ കുറിച്ചുവെച്ച അക്ഷരങ്ങളും വാക്കുകളും അർത്ഥങ്ങളും പൂർണ്ണതയുമാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുകയുണ്ടായി. നമ്മുടെ ഭാരതത്തിൻ്റെ തനിമ എവിടെയൊക്കെയോ വികൃതമായി പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ആശങ്ക നമുക്കെല്ലാവർക്കുമുണ്ട്. 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് മാത്രം പറയുന്നതല്ല. വടക്കേ ഇന്ത്യയിലുമൊക്കെ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അത് നിസ്സാരമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കില്ല. അതിലേറ്റവും വേദനപ്പെടുത്തുന്ന ഒരു കാര്യം, പീഡിപ്പിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യ നിർവഹണത്തിൻ്റെ ഭാഗമായി ജയിലിലടയ്ക്കപ്പെടുന്നതോ അല്ലെങ്കിൽ മരിക്കേണ്ടി വരുന്നതായ സാഹചര്യങ്ങളൊന്നും അതിലൊന്നും നമ്മൾ വേദനിക്കുന്നില്ല, വേദനിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ കുരിശിൻ്റെ വഴി തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ്. എന്നാൽ ഭാരതത്തിൽ, നമ്മുടെ രാജ്യത്ത് അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും അവരുടെ തിരുവസ്ത്രം ഇട്ട് എല്ലായിടത്തും എല്ലാ സമയത്തും സഞ്ചരിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനുള്ളതായ ഒരു ധൈര്യം ഇല്ലാതെ പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ, അവർക്ക് അവരുടെ വിശ്വാസത്തിൽ ജീവിക്കുന്നതിനും ആ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനുമുള്ളതായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഭാരതത്തിലെ ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന അനേകം ആളുകളുടെ ചോരപ്പാടുകൊണ്ട് ഡോക്ടർ അംബേദ്കർ എഴുതിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന ബഹുസ്വരതയും മതനിരപേക്ഷതയും ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും അത് അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് ഭാരതത്തിലെ ഓരോ മനുഷ്യസ്നേഹിയും ആഗ്രഹിക്കുന്ന ഒന്നാണ്. മനുഷ്യൻ്റെ സ്നേഹത്തിനും മനുഷ്യൻ്റെ ദൈവത്തോടും പ്രകൃതിയോടും മനുഷ്യരോടുമുള്ളതായ ആ കാഴ്ചപ്പാടിനും കണ്ടെത്തലിനും അപ്പുറം മതത്തിൻ്റെ കണ്ണുകൊണ്ട് മനുഷ്യരെ കാണുന്ന സാഹചര്യമെന്ന് പറയുന്നത് ആപൽക്കരമായ ഒന്ന് തന്നെയാണ്. മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് മനസ്സിൽ ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യരുടെ കൂട്ടായ്മ നമ്മുടെ സമൂഹത്തിന് വലിയ ഒരു ആവശ്യമാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇരുട്ടിനെ സ്നേഹിക്കുന്ന വലിയൊരു സമൂഹം നമുക്ക് മധ്യേ വളർന്നു വരുന്നുണ്ട്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ചുറ്റുപാടുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്കൊന്നും ആരുടെയും ശ്രദ്ധ തിരിച്ചുവിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നേക്കാൾ അധികം എല്ലാ കാര്യങ്ങളും കൂടുതൽ അപഗ്രഥിച്ചിട്ടുള്ള, പഠിച്ചിട്ടുള്ള, അറിവുള്ള ആളുകളാണ് നിങ്ങളെല്ലാവരും. ഇരുട്ടിനെ അധികം സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു സമൂഹം വളർന്നു വരുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മകൾ ക്രിസ്തു മാർഗം സ്വീകരിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, ക്രിസ്തു സ്വഭാവത്തിൽ ഈ ഒരു നുറുങ്ങ് വെട്ടമെങ്കിലും ഈ ലോകത്തിന് വെളിച്ചമായി പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന തലത്തിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനായിട്ട് സാധിക്കണം. ക്രൈസ്തവർക്കോ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനോ ഏൽക്കേണ്ടി വരുന്നതായ മുറിപ്പാടുകൾ, അവിടെ ക്രിസ്തീയ ദൗത്യം വികലമാക്കപ്പെടുന്ന നിലകളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളതും വിശകലനം ചെയ്യപ്പെടേണ്ടതാണ്. ഞാനത് പലപ്പോഴും പ്രസംഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്.
ഇന്നിവിടെ ഈ സ്വീകരണത്തിൽ എത്രയും ആദരണീയനായ നമ്മുടെ ബ്രഹ്മശ്രീ ആത്രശ്ശേരി രാമൻ നമ്പൂതിരി വരികയുണ്ടായി. അദ്ദേഹം ശബരിമല മേൽശാന്തിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ വന്ന് ഇങ്ങനെ ഒരു മനുഷ്യനെ ആദരിക്കുന്നതിൽ, അതിന് ബഹുമാനിക്കുന്നതിലൊക്കെ ആർജവം കാണിക്കുമ്പോൾ നമ്മുടെ നാട് നൽകുന്ന ഒരു മഹത്തായ ഒരു സന്ദേശമുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഉള്ള സ്വീകരണത്തിൽ ഇസ്ലാം സമുദായത്തിലെ ഇമാംമാരും അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിലെ ഇതുപോലെയുള്ള ആളുകളും പൂജാരിമാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈഴവരായ സഹോദരങ്ങളുടെ സംഘടനയും അതുപോലെ തന്നെ നായർ സഹോദരങ്ങളുടെ സംഘടനകളിലുമൊക്കെയുള്ള ആളുകളുമൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു ഇഴയടുപ്പത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനൊന്നും ഒരു സാഹചര്യത്തിലും ഒരു വിള്ളൽ വീഴുവാൻ നമ്മളാരും അനുവദിക്കാൻ പാടില്ല. നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1700 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ആദിമ ക്രൈസ്തവ സഭയിലെ പിതാക്കന്മാർ ഒരുമിച്ച് കൂടിയ ഒരു വലിയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. പിന്നീടുള്ള സാഹചര്യങ്ങളും പിന്നീടുള്ള എക്യുമെനിക്കൽ കൗൺസിൽസുമൊക്കെ പൊളിറ്റിക്കൽ റീസൺസിൻ്റെ പുറത്തും രാഷ്ട്രീയ പ്രേരിതമായും അധികാരത്തിൻ്റെ ഒക്കെ താല്പര്യത്തിലും വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ കൊണ്ടുവന്ന് അതിലെ വാക്കുകളിലെ ഇൻ്റർപ്രട്ടേഷൻസിൻ്റെ അവ്യക്തത കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടുമൊക്കെ പല സഭകളും പല നിലകളിൽ വേർപിരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. നിഖ്യായും എഫേസസും കുസ്തന്തീനോപ്പോലിസും കഴിഞ്ഞുള്ള പിന്നീട് വന്ന സുന്നഹദോസുകളെല്ലാം വ്യത്യസ്തമായ ആശയങ്ങളാണ് പിന്നീട് രൂപപ്പെട്ടു വരുന്നത്. അതിനെ 1700 വർഷങ്ങൾക്ക് ശേഷം ആദ്യത്തെ ആ സുന്നഹദോസിൻ്റെ ആശയങ്ങൾ ക്രോഡീകരിച്ചെടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ ആലഞ്ചേരി പിതാവ് അതേക്കുറിച്ച് പറയുകയുണ്ടായി. പിന്നീട് വന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ ഖേദകരവും വേദനാജനകവുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൈസ്തവ സഭകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ 1980കളിൽ ഡബ്ലിനിൽ പഠിക്കാൻ പോയി. ഞാൻ ഡബ്ലിനിൽ പഠിക്കാൻ പോകുമ്പോൾ അന്ന് അയർലൻഡിൽ നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്ന ചെറിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ UK-യിൽ അത് ബ്രിട്ടീഷ് ആധിപത്യത്തിലാണ്. എന്നാൽ അതേസമയം ഇൻഡിപെൻഡൻറ്റ് അയർലൻഡിൻ്റെ ഭാഗമായി ഈ ബെൽഫാസ്റ്റും അടങ്ങുന്ന രാജ്യവും കൂടി ഉണ്ടാകണമെന്നുള്ള രീതിയിൽ പ്രൊട്ടസ്റ്റൻ്റുകാരും കത്തോലിക്കരും അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. യഥാർത്ഥത്തിലുള്ള ആംഡ് യുദ്ധമായിരുന്നു. കത്തോലിക്ക സഭയുടെ പേരിൽ ഐറിഷ് റിപ്പബ്ലിക് ആർമിയും ഷിൻഫെയിൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അതിൻ്റെ മുൻപന്തിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻ്റ് സഭയുടെ പേരിലുള്ള ഇയാൻ പേസ്ലി എന്ന് പറയുന്ന ബിഷപ്പ് പ്രൊട്ടസ്റ്റൻ്റ് കാരുടെ ബ്രിട്ടീഷ് ഭരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ്. ഈ രണ്ടുപേരും എത്ര തീവ്രമായ യുദ്ധമായിരുന്നു നടന്നുകൊണ്ടിരുന്നതാണ്. ഞാൻ അന്ന് BBC ഒക്കെ കാണുമ്പോൾ മിക്ക ദിവസങ്ങളിലും സ്ഫോടനങ്ങളും അതുപോലെ തന്നെ ആളുകൾ മരിച്ചു വീഴുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ വാസ്തവത്തിൽ പെട്ടെന്ന് ചിന്തയിലേക്ക് വന്നൊക്കെ നമ്മളുടെ ഇവിടെയുള്ള ചെറിയ ചെറിയ വഴക്കുകളെക്കുറിച്ചൊക്കെയാണ്. എന്നാൽ അവിടെ മനുഷ്യർ അങ്ങനെ പരസ്പരം പടവെട്ടി മരിക്കുന്ന ഒരു സാഹചര്യം പോലും ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് 1980കളിലൊക്കെ. അങ്ങനെ ക്രിസ്തീയ സഭകൾക്ക് ഇടയിലുള്ളതായ ഭിന്നതകൾ അത് നൽകുന്ന ഒരു വളരെ തെറ്റായ ഒരു സന്ദേശമുണ്ട്. ഇവിടെ മറ്റ് സമുദായങ്ങൾ, മറ്റ് മതങ്ങൾ എന്തുകൊണ്ടായിരിക്കണം ക്രൈസ്തവ സഭയെ ഇത്രമേൽ ആദരിച്ച് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കണം നമുക്ക് ഇവിടെ ദേവാലയങ്ങൾ പണിയാൻ സ്ഥലം തരികയും അവരുടെ പറമ്പിലെ മരം വെട്ടിയെടുത്ത് ദേവാലയങ്ങൾ പണിതുകൊള്ളാൻ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരും അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങളുമൊക്കെ സഹകരിച്ചിട്ടുള്ളതും അതുപോലെ മുസ്ലിം സഹോദരങ്ങളുമൊക്കെ സഹകരിച്ചിട്ടുള്ളതും? അന്നത്തെ ആ മനസ്സിൽ നിന്നുമൊക്കെ മതത്തിൻ്റെ വൈരം കുത്തുവെച്ച് മനുഷ്യർ ഇന്ന് പരസ്പരം കാണുന്നത് മതവിദ്വേഷത്തിൻ്റെ, മതവൈരത്തിൻ്റെ ഒരു ഭാവത്തിലും
രൂപത്തിലുമൊക്കെ കാണുന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട്. സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ തുടർച്ചയാണ്. ഞങ്ങളുടെ കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ തോമസ് പ്രഥമൻ ബാവ തിരുമേനി എപ്പോഴും ഇത് പറയാറുണ്ട്. അത് വിശുദ്ധനായ അഫ്രേം പിതാവാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. സഭ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര തുടർച്ചയാണ് എന്നുണ്ടെങ്കിൽ ആ തുടർച്ചയിൽ പങ്കാളികളാകുവാൻ, ആ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരും നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരുമാണ് ഞാനും നിങ്ങളും എല്ലാവരും, ഓരോ ക്രിസ്ത്യാനികളും. അങ്ങനെ ആ ശുശ്രൂഷയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ, എല്ലാവരെയും ആദരിക്കുവാൻ, എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുവാനായിട്ട് നമുക്ക് കഴിയണം. അവിടെ ആദ്യം ഉണ്ടാകേണ്ട നമുക്കിടയിലുള്ളതായ ഭിന്നതകൾ അകന്ന് നമുക്കിടയിൽ സൗഹൃദത്തിൻ്റെതായ അന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ വിഭാവനം ചെയ്യുന്ന അതിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കണം. പരിശുദ്ധ പത്രീർക്കീസ് ബാവ എനിക്ക് കത്തോലിക്ക സ്ഥാനം തന്ന അന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു മേശയിൽ നിന്നും പങ്കുവെക്കുവാനുള്ള ഒരു ഫുൾ കമ്മ്യൂണിയൻ ആ അനുഭവത്തിലേക്ക് വരണമെന്ന് അന്ന് അവിടെ സാക്ഷികളായിരുന്ന അനേകം ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർ, സഭാ തലവന്മാരുമൊക്കെ നിന്നിരുന്ന അന്ന് നമ്മുടെ അഭിവന്ദനായ നമ്മുടെ സഫർഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ബർന്നബാസ് തിരുമേനി വിശാലമായിട്ടുള്ള ഒരു പങ്കുവയ്ക്കലിൻ്റെ ഒരു അനുഭവത്തിലേക്ക് എപ്പിസ്കോപ്പൽ സഭകൾക്ക് ചേർന്ന് വരുവാനായിട്ട് സാധിക്കണം. പ്രസംഗങ്ങളിലും പ്രബന്ധങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന എക്യുമെനിസം അല്ല നമുക്ക് വേണ്ടത്. പ്രസംഗങ്ങൾക്കും പ്രബന്ധങ്ങൾക്കും ഒക്കെ അപ്പുറമായി കർത്താവിൻ്റെ ജീവൻ്റെ വചനത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ആ സുവിശേഷം എല്ലാ അർത്ഥത്തിലും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനുള്ള നിരന്തരമായ പരിശ്രമമാണ് എല്ലാ സഭകളും അനുവർത്തിക്കേണ്ടത് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ പറയട്ടെ. ഈ അനുഗ്രഹീത പ്രസ്ഥാനം എല്ലാ അർത്ഥത്തിലും അതിശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ഈ KCC ഇങ്ങനെ ഒരു സ്വീകരണം ക്രമീകരിച്ച് അതിൽ പങ്കാളിയാകുവാൻ, അതിൽ വന്ന് സംബന്ധിക്കുവാൻ എനിക്ക് സാധിച്ചുള്ള സന്തോഷം ഞാൻ മുന്നമേ അറിയിച്ചു. അതോടൊപ്പം തന്നെ സഭ എപ്പോഴും മറ്റ് സഭകൾ കൂടെയുണ്ട്, മറ്റ് സമുദായങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം കൂടുതൽ ശക്തി പകർന്നു തരുന്നതാണ്. ഒത്തിരി പ്രയാസകരമേറിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം മറ്റ് സഭകൾ ചേർന്ന് നിന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. തോമസ് പ്രഥമൻ ബാവായ്ക്ക് ശേഷം ആ നിയോഗം ഏറ്റെടുക്കുമ്പോൾ ആശങ്കകൾ ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്കകളെല്ലാം അസ്ഥാനത്താണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് എൻ്റെ കർത്താവിൻ്റെ ജീവിക്കുന്ന വചനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കർത്താവിങ്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ മുന്നോട്ട് തുടരുവാൻ, അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനുള്ള നിരന്തരമായ പരിശ്രമം തുടർന്നുമുണ്ടാകും. അതിൽ നിങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ളതായ പ്രാർത്ഥനയും പ്രോത്സാഹനവും സഹകരണവും ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും പ്രാർത്ഥനാപൂർവം അപേക്ഷിച്ചുകൊണ്ടും ഇവിടെ തന്ന ഈ മനോഹരമായ ഈ സ്വീകരണത്തിന് എല്ലാ അർത്ഥത്തിലും ഒരിക്കൽ കൂടി പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരോടുമുള്ള, പ്രത്യേകിച്ചും നമ്മുടെ ഇവിടെയുള്ള യാക്കോബായ സുറിയാനി പള്ളിയിലെ അച്ഛനും നമ്മുടെ സഭയിലെ അഭിവന്ദരായ ബഹുമാനപ്പെട്ട വൈദികരുമൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ മർത്തോമ ഇടവക ഇവിടെ ചെറിയ ഇടവക ആകാനാണ് സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു 100 ഫാമിലിയിൽ കൂടുതലൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും ഈ ചെറിയ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ബലത്തിലുള്ള നിങ്ങളുടെ ഐക്യവും നിങ്ങളുടെ വലിയ മനസ്സും ഈ സ്വീകരണത്തിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഇടവകയോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്ന ഇടവകയിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും മനോഹരമായ ഗാനം ആലപിച്ച പ്രിയപ്പെട്ട ഗായക സംഘ അംഗങ്ങളോടും എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ നിങ്ങളുടെ തുറന്നുമുള്ള പ്രാർത്ഥനയിൽ ഒരു നിമിഷമെങ്കിലും ബലഹീനനായ എന്നെയും എൻ്റെ സഭയെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.